എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൽ സമാധാനം. ഞാൻ നിങ്ങളോട് ഇപ്പോൾ യേശുവിനെക്കുറിച്ച് പറയുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഈ വിശ്വാസത്തിൽ വന്നിട്ട് 30 വർഷത്തോളമായി. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം സ്നാനപ്പെട്ട് വളരെ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ, പോരായ്മകൾ എല്ലാം കടന്നു വരും. പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, കണ്ണുനീരുകൾ പലതും കടന്നു വരുമ്പോൾ യേശുവാകുന്ന സമ്പത്തുള്ള മനുഷ്യനെ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല. ഈ ഭൂമിയിലെ ജീവിതം അല്പസമയമുള്ളൂ. നമ്മളിവിടെ പരദേശികളാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ലെന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ദൈവവിഷയമായി സമ്പന്നരാകണമെന്ന്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തോട് ഇന്ന് കർത്താവ് ദീർഘക്ഷമ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. യോഹന്നാൻ കടന്നു വന്നു. ഇതാ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, ഞാൻ വെളിച്ചത്തിന് സാക്ഷ്യമേകാൻ കടന്നു വന്നവൻ. എൻ്റെ പിന്നാലെ വരുന്നവനുണ്ട്. അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനം ഏൽപ്പിൻ. വീശുമുറ അവൻ്റെ കയ്യിലുണ്ട്. അതേ സഹോദരങ്ങളെ, നല്ല നെന്മണികളെ അറപ്പുരയിൽ ശേഖരിക്കുന്ന ആ നല്ല കർഷകനെ പോലെ തൻ്റെ ആദ്യത്തെ മഴയും, ആ കർഷകൻ വിത്ത് വിതച്ചിട്ട് ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും കാത്തിരിക്കുന്നത് പോലെ നിന്റെ അപ്പം വെള്ളത്തിലേക്ക് എറിയുക, അത് അനേകം നാളുകൾക്ക് ശേഷം നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്രകാരമെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം അല്പസമയമേ ഉള്ളൂ. യഹോഭക്തൻ കുലുങ്ങിപ്പോവാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മളെത്ര കോടി ബാങ്ക് ബാലൻസ് നമ്മൾക്കുണ്ടായെന്ന് പറഞ്ഞിട്ടോ, നല്ല ഭക്ഷണം, നല്ല വാഹനം, കംഫർട്ടബിളായുള്ള ജീവിതം, നല്ല ജോലി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, അതെല്ലാം നല്ലതാണ്. പക്ഷേ അതിനെ ഒരിക്കലും ഫോക്കസ് ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകരുത്. ക്രിസ്തുവാകുന്ന യേശുക്രിസ്തുവിനെ ഫോക്കസ് വേണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുവാൻ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, യഹോഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ഈ ഭൂമിയിൽ ആരുമില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അമ്മയുടെ ഗർഭത്തിലായിരുന്നപ്പോൾ, ഭ്രൂണമായിരുന്നപ്പോൾ ദൈവം എന്നെ കണ്ടല്ലോ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്നും സ്നാനപ്പെടണമെന്നും ആ ദൈവരാജ്യത്തിൽ, സ്വർഗത്തിൽ നമ്മൾ കാണപ്പെടേണ്ടതാണെന്നും ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ പലതും സംഭവിക്കുന്നു. ലോകം ഇന്ന് വല്ലാത്ത അവസ്ഥയിൽ കടന്നു പോകുന്നു. റോമൻസിൽ പറയുന്നത് പോലെ മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, കരുണയില്ലാത്തവർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയ്ക്ക് ഇന്ന് പലരും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൈമാറുമ്പോൾ യേശുക്രിസ്തുവാണ് ദൈവമെന്ന് ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. പുറപ്പാടിൽ പറയുന്നു, നീ ആകാശത്തിലോ ഭൂമിയിലോ താഴെ ഭൂമിക്കടിയിലോ ഉള്ള യാതൊന്നിൻ്റെയോ പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തുകയോ പ്രണമിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ അസഹിഷ്ണുവായ ദൈവമാണ്. പിതാക്കന്മാർ തെറ്റ് ചെയ്താൽ മക്കളെ 3-4 തലമുറ വരെ ശിക്ഷിക്കും. എന്നാൽ കൽപ്പന അനുസരിച്ചാൽ
ആയിരം വരെ തലമുറ വരെ അനുഗ്രഹിക്കുന്ന ദൈവം. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു ലോട്ടറി അടിക്കുന്നതല്ല ഭാഗ്യം, നല്ല വീട് കിട്ടുന്നതോ ബാങ്ക് ബാലൻസ് ഉണ്ടാകുന്നതോ തലമുറകൾ നല്ല സ്റ്റേജിലെത്തുന്നതല്ലോ ഭാഗ്യപദവി. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട സഭയോട് ചേർന്ന് വിശുദ്ധ ജീവിതം ജീവിച്ച് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിലെടുക്കുമ്പോൾ കർത്താവിനോടുകൂടെ നമ്മളും പങ്കാളികളായി ക്രിസ്തുവിനോടൊപ്പം ഇരുന്ന് ആരാധിക്കേണ്ട മക്കളാണ്. ആ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിലെ അല്പജീവിതം കഷ്ടമായിരുന്നു, പ്രയാസമായിരുന്നു, എങ്കിലും എൻ്റെ കാന്തനോടൊത്ത് ജീവിക്കാൻ പറ്റിയല്ലോ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഞാൻ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് താഴ്മപ്പെട്ടിരിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവാൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ ഇനി ആത്മാവിൽ ജീവിക്കുവാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ ഇനി ആത്മാവിൽ ജീവിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം.